എന്ന് പറയുമ്പം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ തുണ്ട് വെച്ചതൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് കണ്ട് രസിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. പിന്നെ ആദ്യം മുതൽ അവസാനം വരെ ചിരിക്കാൻ നന്നായിട്ടുണ്ട്. നമ്മളൊരു തിയേറ്ററിൽ കയറി ഇരിക്കുന്ന എൻ്റെ കൂടെ എല്ലാവരും നിങ്ങളൊക്കെ സിനിമ ഉണ്ടല്ലോ നന്നായിട്ട് ചിരിച്ചില്ലേ, ചിരിക്കാനുണ്ടായി. പിന്നെ ബിജു മേനോൻ അടിപൊളിയായിട്ട് അഭിനയിച്ചു. എന്നുവെച്ചാൽ വെള്ളിമൂങ്ങയിലൊക്കെ ഉള്ളൊരു ബിജു ചേട്ടനല്ലേ, ആ സാധനം നമുക്ക് തിരിച്ചു കിട്ടി. പിന്നെ സീരിയസ് അല്ല, ഒട്ടും സീരിയസ് അല്ല. ഈ പടം ഭയങ്കര കോമഡിയാണ്. നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കോമഡി ആയിട്ട് എൻ്റർടൈനായിട്ട് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ട് ഇറങ്ങി വരാം. ഫാമിലിക്ക് കാണാൻ പറ്റുന്ന പടമാണ്. ഫാമിലിക്കായിട്ട് വന്നിരുന്ന് സന്തോഷിക്കേണ്ട പടം. അടിപൊളിയായി സെൻസ് പുള്ളിയുടെ ജീവിത അവസ്ഥയാണത്. വളരെ കഷ്ടപ്പാടും അതൊക്കെ ആണെങ്കിൽ കൂടി ഇതെല്ലാം നമുക്ക് ഭയങ്കര തമാശയായിട്ടും എന്താ പറയുക എൻ്റർടൈനിങ് ആയിട്ടാണ് ത്രൂ ഔട്ട് ദ മൂവി പോയിരിക്കുന്നത്. ഒരുപാട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ സസ്പെൻസ്. ഓരോ ഇൻസിഡൻറ്റിലും അതെന്താ ഇങ്ങനെ, സോ ഇങ്ങനെ മൂവി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ വിൽ ലൈക്ക് കണക്റ്റിംഗ് ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാം. എല്ലാ പടത്തിലും അതിൻ്റെതായ കുറേ പോസിറ്റീവായിട്ടുള്ള ലെസൺസും നെഗറ്റീവായിട്ടുള്ള ലെസൺസിനാവും. എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റിൽ അടിപൊളിയായിരുന്നു. ആ കോപ്പിയൊക്കെ കാണിക്കുന്ന രീതി വാസ് വാവ്, ജസ്റ്റ് അമേസിങ്. ആ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിലെല്ലാം എന്താ പറയുക, ഇങ്ങനെയും കോപ്പി അടിക്കാം, ബിസി ഇതിനെക്കാളും വലിയ വില്ലന്മാർ ഓൾറെഡി ഉണ്ടാവുമായിരിക്കും. അത് ഇത് കാണിക്കുന്ന രീതി വാസ് അടിപൊളി. അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് കോപ്പിടിക്കാന്ന് പറഞ്ഞാൽ മൂവിയിൽ പലതും വേറെ നല്ല കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് പ്രചോദനം കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നാളുള്ള കഥാപാത്രത്തിന് വ്യത്യസ്തമായ ഒരു കഥാപാത്രം, അതായത് ഒരു പോലീസിന്റെ ജീവിതത്തിലുള്ള കോമഡി പടം. അതെ, റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതെ പോലീസുകാർ ഒരു സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കുന്ന ഒരു കോൺസെപ്റ്റ് അങ്ങനെ വേണം പറയാൻ. എനിവേ കുടുംബസമേതം കാണാവുന്ന പടമാണ്. മൂവി നല്ലപോലെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമ കേട്ടോ. കോമഡി നല്ലപോലെ വർക്കൗട്ട്, ബിജുമാനൻ്റെ കോമഡി നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ബിജുമാനൻ കോമഡി അറിയാമല്ലോ, അത് നല്ലൊരു ഭംഗിയാണ്. അത് ഇതിനകത്ത് ശരി കൊണ്ടുതരാൻ അതേ അവസാനം വരെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ, ഒരു ഫീൽ ഗുഡ് മൂവി കേട്ടോ. നല്ല പടം, ബിജുമേനോൻ തകർക്കൻ, എല്ലാം കൊണ്ടും ലൈറ്റായിട്ടൊരു മൂവിയാണ്. നമ്മുടെ ഈ സീരിയസ് മൂവീസ് കണ്ട് മടുത്തിരിക്കുകയാണ്. റിലാക്സ് ചെയ്യാൻ നന്നായിട്ടുണ്ട്. നെഗറ്റീവായിട്ട് നന്നായി കോപ്പി അടിക്കുന്ന കുറച്ച് പ്രൊമോട്ട് ചെയ്യും. വേറെ എല്ലാം അതാണ് പ്രൊമോട്ട് ചെയ്ത അവസരം. അപ്പോൾ ബാക്കിയെല്ലാം നല്ല അണ്ണം കോപ്പി അടിച്ചിട്ടുണ്ടോ പരീക്ഷയ്ക്ക്? ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. എന്തായാലും ചിരിക്കാനായിട്ട് ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല പടമാണ്. പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന കുറേ രസകരമായ സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊരു പടമാണ്. നല്ല രസമുണ്ട്. ത്രൂ നമുക്ക് ചിരിക്കാനുണ്ട്. ബിജുമേനോനും ഷൈൻ ടോം എല്ലാവരും നല്ല രസമായിട്ട് പടം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പടം ഒരുപാട് ചിരിക്കാനുണ്ട്. ത്രൂ എൻഗേജിങ് ആണ്, ലാഗും കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ടിരുന്ന് കാണാൻ പറ്റുന്നതാണ്. തിയേറ്ററിൽ തന്നെ കാണണം. ഓക്കെ, സാധാരണ പോലീസുകാരുടെ നല്ലൊരു പടം. 2 മണിക്കൂർ കുറേ ചിരിക്കാനുണ്ട്. നല്ലൊരു പടം. 2 മണിക്കൂർ ഫുൾ കോമഡിയാണ്. പിന്നെ സാധാരണ പടം പോലീസുകാരുടെ ഇമോഷൻസ്, അവരുടെ ഈഗോയ്, പിന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു സാധാരണ അടിപ്പടം, പോലീസിൻ്റെ അടിപ്പടം പോലെയല്ല. ഒരു ഇപ്പോൾ നടക്കുന്ന പോലീസുകാരുടെ ക്യാമ്പിലും ജീവിതത്തിലും നടക്കുന്ന സാധാരണ സംഭവമാണ്. ഫുൾ പോലീസ് കഥയാണ്. ഭയങ്കര കോമഡി പടം. ബിജുമേനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നേരത്തെ ഷൈന ബിജുമേന എല്ലാം അടിപൊളിയാണ്. നല്ല പടം ഹിറ്റാവും. നല്ലൊരു പടമാണ്. തിയേറ്ററിൽ വന്ന് കാണുക. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു പുതിയ അനുഭവമായിരിക്കും. വന്ന് കണ്ടിട്ട് തന്നെ അത് മനസ്സിലാക്കാം. താങ്ക് യു സോ മച്ച്.